പാലക്കാട് ഷൊർണൂറിൽ 3 പേരെ കടിച്ച തെരുവ് നായ്ക്ക് പേ വിഷബാധയെന്ന സ്ഥിരീകരണം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് തെരുവ് നായയുടെ ആക്രമണമുണ്ടായത്. നായയെ പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തി. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. ഷാരിഖ്, വിശദാംശങ്ങൾ. ഞായറാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ തെരുവ് നായയുടെ ആക്രമണം ഷൊർണൂർ ഒരു മുതലാർ തെരുവിൽ സംഭവിച്ചത്. 3 പേർക്കാണ് അന്ന് കടിയേറ്റത്. അതിൽ നഗരസഭാ അംഗത്തിന്റെ ഭർത്താവും ഉൾപ്പെടുന്നു. മണികണ്ഠൻ, അതുപോലെ തന്നെ ശശികല, കൃഷ്ണരാജ് എന്നിവർക്കാണ് അതിൽ കടിയേറ്റത്. പിന്നീട് ഈ തെരുവ് നായയെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ ഇവർ പറഞ്ഞു ഒരേ നായ തന്നെയാണ് ഈ 3 പേരെ കടിച്ചതെന്ന് അന്ന് കണ്ടെത്തിയിരുന്നു. ആ നായയാണ് പിന്നീട് ചത്ത നിലയിൽ കണ്ടെത്തിയത്. എന്തായാലും ഈ നായ്ക്ക് പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലമ്പുഴയിലെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ പേവിഷബാധയുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഇവർ ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അത്തരത്തിൽ ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. എന്തായാലും ഈ 3 പേരും കടിയേറ്റ 3 പേരും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. മറ്റു നടപടികൾ ഈ ഭാഗത്ത് പുരോഗമിച്ചു വരികയാണ്. കാരണം ഈ ഷൊർണൂർ ഒറ്റപ്പാലം മേഖലകളിൽ തെരുവ് നായ ശല്യം അതിരൂക്ഷമാണ്. നഗരസഭാ അംഗങ്ങളും അതുപോലെ തന്നെ മറ്റു പലരും ജനപ്രതിനിധികൾ ഉൾപ്പെടെ പരാതിപ്പെട്ടിട്ടും നഗരസഭയും ഒന്നും നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള വ്യാപകമായ ആക്ഷേപം ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ നിരവധി പേർക്ക് കടിയേറ്റിരുന്നു. 7 പേർക്ക് ഞായറാഴ്ച തന്നെ കടിയേറ്റ സംഭവമുണ്ടായി. രാത്രിയിലും ഇതുപോലെ തന്നെ പകലിലും ഉൾപ്പെടെ കടിയേൽക്കുന്ന ഒരു സംഭവമുണ്ട്. കാരണം സ്കൂൾ വിദ്യാർത്ഥികൾക്കും മദ്രസയിൽ പോകുന്ന ഉൾപ്പെടെയുള്ള കുട്ടികൾക്കുമൊന്നും രാവിലെ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. രാത്രിയിലും സമാനമായ അവസ്ഥ തുടരുകയാണ് എന്നാണ് ആക്ഷേപം ഉയരുന്നത്. ഇതിനെ ഒറ്റപ്പാലം അതുപോലെ തന്നെ ഷൊർണൂർ നഗരസഭയും കാര്യമായ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. എന്തായാലും കടിയേറ്റവർ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. SKN. Okay, thank you, Shariq Nawaz. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.